Classes Academy, Institute for Tutorial and Professional Coaching. Admission started for +1, +2, SSLC, Kerala and CBSE. 유난히도 캄캄한다면 나 홀로 ക്ലാസ് 9 ഹിന്ദി വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ചാപ്റ്ററായ പുൽ ബെനി ധീമാം എന്ന കവിതയുടെ രണ്ടാമത്തെ ക്ലാസ് കാണുക. ശ്രദ്ധിക്കുക. ഹാത്തോം ഹാത്ത് രഹ്തി മാം ഏക് ദിൻ ഹമാരെ കന്ധോ മേം ആ ഗയി ധീരെ ധീരെ മഹസൂസ് കർനെ ലഗേ ഹം അപ്നെ വൃഷഭ് കന്ധോ മേം മാം കാ ഭാരി ഹോന. ഹാത്തോം ഹാത്ത് രഹ്തി മാം, അമ്മ ഞങ്ങളുടെ കയ്യും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു. ഏക് ദിൻ, പക്ഷെ ഒരു ദിവസം, ഹമാരെ കന്ധോമേമാകയി, ആ അമ്മ ഞങ്ങളുടെ തോളിലായി. കന്ധോമേം, തോളിൽ. അപ്പൊ ഞങ്ങളുടെ തോളിലായി എന്ന് പറഞ്ഞാല് വയസ്സായ അമ്മയുടെ ഉത്തരവാദിത്വം മക്കളിലായി എന്നർത്ഥം. ഞങ്ങളുടെ കൈ പിടിച്ച് നടന്നിരുന്ന അമ്മ പെട്ടെന്നൊരു ദിവസം ഞങ്ങളുടെ തോളിലായി. അമ്മയുടെ ഉത്തരവാദിത്വം ഞങ്ങളിലായി. അതാണ് കന്ധോമേം ആജാന എന്ന് തന്നെ അർത്ഥം. ധീരെ ധീരെ മഹസൂസ് കർണേ ലഗേ ഹം അപ്പനെ വൃഷഭ് കന്ധോമേം മാം കാ ഭാരി ഹോന. പതുക്കെ പതുക്കെ ഞങ്ങൾക്ക് ഒരു കാര്യം തോന്നി തുടങ്ങി. മഹസൂസ് കർണ എന്നാല് ഞങ്ങൾക്ക് തോന്നുക. എന്താ തോന്നി തുടങ്ങിയത്? ഹം അപ്പനെ വൃഷഭ് കന്ധോമേം, ഞങ്ങളുടെ വളരെയധികം നല്ല ആരോഗ്യമുള്ള ആണ് വൃഷഭ്, ശക്തമായ, ഞങ്ങളുടെ ശക്തമായ തോളില് അമ്മയ്ക്ക് ഭാരം കൂടുന്നതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. അമ്മ ഒരു ഭാരമായി ഞങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങി എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വയസ്സായി കഴിഞ്ഞാൽ അമ്മമാരൊക്കെ വളരെയധികം, അല്ലെങ്കിൽ വയസ്സായ ആളുകളും നമുക്കൊരു ഭാരമായി അനുഭവപ്പെടുന്ന കാഴ്ചയാണ് നമ്മുടെ ഈ സമകാലീന ജീവിതത്തിൽ കാണുന്നത്. എന്തായാലും ഈ കവിതയിൽ അങ്ങനെയാണ് പറയുന്നത്. വളരെ ഹൃദയസ്പർശിയായ കാര്യങ്ങളാണ്. അമ്മ മക്കളെ വളരെയധികം സ്നേഹത്തോടെ വളർത്തുന്നു. മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടും വരരുതെന്ന് ആഗ്രഹിച്ച് വളരെ അവരെ ഒന്നിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന അമ്മ അവസാനം അവർക്കൊരു ഭാരമായി മാറുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ജബ് തക് ജീവിത് രഹി മാം ഹം ബദൽത്തെ രഹേ അപ്പനെ കന്ധേ. അമ്മ ജീവിച്ചിരിക്കുന്നത് വരെയും ഞങ്ങളുടെ തോള് മാറിക്കൊണ്ടിരുന്നു. ഒരാള് അമ്മയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും, കുറച്ച് കഴിയുമ്പോൾ അവർക്കത് മടുക്കുന്നു, അടുത്ത ആൾക്ക് വീണ്ടും ഉത്തരവാദിത്വം കൊടുക്കുന്നു. അങ്ങനെ മാറി 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 അമ്മ ഒരു ഭാരമാണെന്ന് കണ്ട് അവരുടെ തോള് മാറി എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നു. അമ്മയെ എല്ലാവർക്കും ഒരേപോലെ നോക്കാനുള്ള സാഹചര്യം അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഉണ്ടാകുന്നില്ല. അതാണ് ഇവിടെ കാണുന്നത്. മാം ആഖിർ മാം ഹി തോഹേ. അമ്മ എന്തായാലും അമ്മ തന്നെ അല്ലേ എന്ന് പറഞ്ഞ അർത്ഥം. അതൊരു വളരെയധികം നമ്മുടെ മനസ്സിനെയൊക്കെ സ്പർശിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അമ്മ നമ്മുടെ സ്നേഹത്തോടുകൂടി ആണ് നമ്മൾ പരിപാലിക്കുന്നത്. നമുക്ക് ഏതെങ്കിലും ആപൽഘട്ടങ്ങൾ വന്നാൽ അമ്മ അതിനെയൊക്കെ അതിജീവിക്കാനായിട്ട് നമ്മ മക്കളെ പഠിപ്പിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും അമ്മ നമ്മുടെ കൂടെ ഉണ്ട്. അത്തരത്തിൽ അമ്മ പ്രായാധിക്യം വന്നപ്പോൾ അത്തരത്തിലുള്ള ഒരമ്മയെ നമ്മൾ ഭാരമായി കണ്ടുകൊണ്ട് അവഗണിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. മാം ആഖിർ മാം ഹി തോഹേ, നമ്മളിൽ നിന്ന് മനസ്സിലാക്കുന്ന ഇതാണ്. ബാർ ബാർ ഹമേ കന്ധേ ബദൽത്തേ ദേഖ്. നമ്മൾ പലവട്ടം ഇങ്ങനെ തോള് മാറുന്ന കണ്ട്, ഉത്തരവാദിത്വം ഇങ്ങനെ മാറുന്ന കണ്ട് അമ്മയ്ക്ക് തന്നെ മാനസികമായ വിഷമായി. ഹമാരെ കന്ധോം സേ ഉതർ ഗയി മാ, ഞങ്ങളുടെ തോളിൽ നിന്നും അമ്മ ഇറങ്ങി. ഇവിടെ അർത്ഥം ഉത്തർ ഗയി എന്ന് പറഞ്ഞാൽ മർ ഗയി, അമ്മ സ്വയം മരണത്തെ വരിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവർ മാംകെ കന്ധോം സേ ഉതർത്തേ ഹി ഉതർ ഗയേ ഹമാരെ കന്ധേ. അമ്മ മരിച്ചപ്പോഴാണ് അമ്മയുടെ പ്രാധാന്യം അല്ലെ എന്താണെന്ന് മക്കൾ മനസ്സിലാക്കുന്നത് അല്ലെ. ഉതർ ഗയേ ഹമാരെ കന്ധേ, അപ്പൊ ഞങ്ങളുടെ തോളിൽ നിന്ന് ഇറങ്ങിയ ഉടൻ തന്നെ ഞങ്ങളും ദുർബലരായി. ഉത്തർ ഗയേ ഹമാരെ കന്ധേ, അപ്പോൾ ഞങ്ങളുടെ തോളും വളരെയധികം ദുർബലമായി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അമ്മയുടെ മരണശേഷം ഞങ്ങളും ദുർബലരായി. അപ്പൊ അമ്മ മരിച്ചതിന് ശേഷമാണ് അമ്മയുടെ പ്രാധാന്യം മക്കള് മനസ്സിലാക്കുന്നത്. ഈ കവിതയുടെ ഭാഗങ്ങളെല്ലാം 2 ഭാഗങ്ങളായിട്ടാണ് ഇട്ടിരുന്നത്. ആ ഭാഗങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി ഇതിനകത്ത് കുറച്ച് ഹിന്ദി പാഠപുസ്തകത്തിലെ കുറച്ച് കാര്യങ്ങൾ. ലിഖേം നിമ്നലിഖിത് ആശയ് കവിതാക്ക് കിൻ കിൻ പങ്ക്തിയോ മേഘി. ഈ താഴെ പറയുന്ന ആശയങ്ങൾ കാണിക്കുന്ന വരികൾ ഏതൊക്കെയാണെന്ന് തിരഞ്ഞെടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം പറഞ്ഞിരിക്കുന്നത് ബേട്ടോം കാ ജീവൻ
ബരേക് ടോക്ക് ചൽത്തി ഗാഡിക്ക് സമാൻ രഹ. മക്കളുടെ ജീവിതം എന്ന് പറയുന്നത് അല്ലെ, യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നടക്കുന്ന ഇനി പോകുന്ന ഒരു വണ്ടിക്ക് സമാനമാണെന്ന് പറയുന്ന ഒരു ലൈൻ അതിനകത്തുണ്ട്. അതേതാണ്? ജിസ്മേ മായേ ദിൻ ദൗഡ്തി രഹ്തി ധി ബേഖടക് ബിനാ കിസി ഹരിലാൽ ബത്തി കെ ഹം ലോഗോം കി ചുക്ക് ചുക്ക് ചക്ക് ചക്ക് എന്ന ഭാഗമാണ് ആ കവിത. മാം കി ദേഖ്ഭാൽ കി ജിമ്മേദാരി ബേട്ടോം പർ ആ ഗയി. അമ്മയെ നോക്കേണ്ട ഉത്തരവാദിത്വം, ജിമ്മേദാരി ഉത്തരവാദിത്വം, ദേഖ്ഭാൽ കർണ സംരക്ഷിക്കുക, ബേട്ടോം പർ ആ ഗയി മക്കളിൽ എത്തിച്ചേർന്നു എന്ന് കാണിക്കുന്ന വാക്ക്. ഹാത്തോ ഹാം രഹ്തി മാം ഏക് ദിൻ ഹമാരെ കന്ധോ മേ മാ ഗയി. ആ വരികൾ നമ്മൾ കണ്ടതാണ് അല്ലെ. ഹാത്തോം ഹാത്ത് രഹ്തി മാം ഏക് ദിൻ ഹമാരെ കന്ധോ മേ മാ ഗയി അതാണ് ഉദ്ദേശിക്കുന്നത്. ബേട്ടെ അപ്പനെ ദായിത്വ ബദൽത്തെ രഹെ. മക്കളെ അവരുടെ ഉത്തരവാദിത്വം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നു. അവർ ഓരോരുത്തരും മാറി മാറി അമ്മയെ നോക്കുന്ന അല്ലെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തു. ജബ് തക്ക് ജീവിത രഹി മാം ഹം ബദൽത്തെ രഹെ അപ്പനെ കന്ധേ. എത്ര നാളും അമ്മ ജീവിച്ചിരിക്കുന്നു അതുവരെയും ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ ഉത്തരവാദിത്വം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത്. മാം കെ ചലെ ജാനെ സെ ബേട്ടെ ബസ്ഹാരെ ബനെ. അമ്മ പോയപ്പോൾ, അമ്മ മരിച്ചുപോയത് കുട്ടികളും അല്ലെങ്കിൽ മക്കളും നിരാശ്രരായി തീർന്നു എന്ന് കാണിക്കുന്ന വാക്ക് എന്താണ്? ഹമാരെ കന്ധോം സെ ഉതർ ഗയി മാം और माम के कंधों से उतरते ही उतर गए हमारे कंधे. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. കവിത കാ പരിചയ ദേത്തെ ഹുയെ ടിപ്പണി ലിഖി. ഈ കവിതയെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു കുറിപ്പ് എഴുതാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഒരു ടൈറ്റിൽ കൊടുക്കുക, പാരി മാംനോ എന്തെങ്കിലും കൊടുക്കുക അല്ലെ. ആദ്യം ഇതിന്റെ കവിയെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം അല്ലെ. പുൽബനി थी माम हिंदी के प्रमुख कवि नरेंद्र पुंडरी की एक सुंदर कविता है, मनोहर कविता है अल्ले. इसमें कवि माम के जीवन के बारे में बताते हैं. ഇത്തരത്തിലുള്ള ചെറിയ കുറിപ്പുകൾ അല്ലെ. കവി എന്താണ് പറയുന്നത്? മാം ബച്ചോം കെ ബീച്ച് പ്യാർ കെ റിശ്ते जोड़ने का पुल बनी थी. उस प्यार की छाया में बच्चे बेरोकटोक आगे बढ़ते थे. पिता के मरने के बाद बच्चों की देखभाल माम ही करती थी. धीरे धीरे माम का शरीर दुबला हो गया और आवाज भी दुर्बल हो गई. बच्चों की पालते पालते बूढ़ी हो जाने पर भी बच्चों का बोझ बन गई. അവർക്ക് ഭാരമായി തീർന്നു. वह दायित्व बढ़ते वक्त बच्चे अपना दायित्व बदलते रहे. माम हमेशा माम ही होती है. അമ്മ എല്ലായ്പ്പോഴും അമ്മ തന്നെയാണ്. अपने को बच्चों का बोझ समझकर താൻ കുട്ടികൾക്കൊരു ഭാരമാണെന്ന് കണ്ടപ്പോൾ മാം ബച്ചോം കി കന്ധോം സെ ഉതർ ഗയി, മാം മർ ഗയി എന്നർത്ഥം. മാം കി മൃത്യു കെ ബാദ് ബച്ചെ ബസ്ഹാരെ ബൻ ഗയെ. അമ്മയുടെ മരണശേഷം കുട്ടികൾ നിരാശ്രയരായി മാറി, മക്കൾ നിരാശ്രയത്വം അനുഭവപ്പെട്ടു. മനസ്സിലായില്ലേ പറഞ്ഞേ? ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെയധികം മാം ആഖിർ മാം ഹി തോഹേ, അത് വളരെ മഹത്തായ ഒരു വരിയാണ്. അത് വളരെയധികം നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്ന വരികളാണ്. ഇത്തരത്തിൽ നല്ല രീതിയിൽ ആ കവിതയുടെ ടിപ്പണി, കുറിപ്പ് എഴുതാനായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് പഠിക്കണം കേട്ടോ. എല്ലാവർക്കും കവിത ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. കവിതയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളും മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഈ കവിതയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളും അർത്ഥങ്ങളും ഒക്കെ ഗ്രഹിക്കുക. എല്ലാവർക്കും നന്ദി. എല്ലാവരും തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യുക, ദെൻ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.